കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ തകരുന്നത് തുടർക്കഥയാകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ പൈപ്പ് പൊട്ടിയത് 15ഓളം സ്ഥലങ്ങളിൽ. പൈപ്പുകളും അനുബന്ധ ഉപകരണങ്ങളും ഗുണനിലവാരം ഇല്ലാത്തതെന്ന് ആരോപണം. കൊടശ്ശേരി പഞ്ചായത്തിലെ കുട്ടാടൻചിറയിലെ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. 2 കുടിവെള്ള പദ്ധതികൾക്കായി ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് അധികൃതർ. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. പാവർട്ടി പഞ്ചായത്തിൽ തോട് കയ്യേറി അനധികൃതമായി മതിൽ നിർമ്മാണമെന്ന് ആരോപണം. പ്രതിഷേധവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കരുവന്നൂർ കുടിവെള്ള പദ്ധതിക്കായി സ്ഥാപിച്ച പൈപ്പുകളും അനുബന്ധ ഉപകരണങ്ങളും ഗുണനിലവാരമില്ലാത്തതെന്ന് ആരോപണം. 55 കോടി ചെലവിൽ ആരംഭിച്ച പദ്ധതിയിൽ ദിവസങ്ങൾക്കുള്ളിൽ പൈപ്പ് പൊട്ടിയത് 15ഓളം സ്ഥലങ്ങളിലാണ്. ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഒരുമനയൂർ 3-ാം കല്ലിൽ തന്നെ 6-ലധികം സ്ഥലങ്ങളിലാണ് ഇതുവരെ പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം ഇതുമൂലം പാഴായിരുന്നു. കൂടാതെ നിലവാരമില്ലാത്ത എയർവാൾവുകൾ ഉപയോഗിച്ചതിനാൽ ചേറ്റുവ മുതൽ ഗുരുവായൂർ വരെയുള്ള എയർവാൽവുകളിലൂടെ വൻതോതിൽ ഇപ്പോഴും വെള്ളം പാഴാവുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ചേറ്റുവ പരീക്കുട്ടി റോഡിലാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളത്. ഏറെ കുട്ടിഘോഷിച്ചാരംഭിച്ച പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ട്രയൽ റണ്ണിംഗ് നടത്തിയിരുന്ന സമയത്ത് തന്നെ ഏങ്ങണ്ടിയൂരിലെ ജലസംഭരണിക്ക് വിള്ളൽ കണ്ടിരുന്നു. വിള്ളലിലൂടെ വെള്ളം ഒഴുകിയെത്തുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു. ചേറ്റുവ പുഴയിൽ 460 മീറ്റർ ദൂരത്തിൽ കടന്നുപോകുന്ന HDPE പൈപ്പ് ആവശ്യമായ ആഴമില്ലാതെയാണ് സ്ഥാപിച്ചതെന്നും ആരോപണമുണ്ട്. കടുത്ത വേനൽ ചൂടിൽ നാട്ടുകാരുടെ ആശ്രയമായ കുടിവെള്ള വിതരണം ഇടയ്ക്കിടെ നിലയ്ക്കുന്നത് ദുരിതമായി മാറുകയാണ്. പ്രശ്നത്തിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ചാവക്കാട്. കോടശ്ശേരി പഞ്ചായത്തിലെ കുട്ടാടൻചിറയിൽ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ചൌക്കയിലെ കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് വറ്റിച്ച് ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. ചിറയിലെ ചെളി നീക്കം ചെയ്ത ശേഷം 2 കുടിവെള്ള പദ്ധതികൾക്കായി വെള്ളം ഉപയോഗപ്പെടുത്തുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. കുളത്തിലേക്ക് കനാൽ വെള്ളം എത്തിച്ച് നിറയ്ക്കാനും പദ്ധതിയുണ്ട്. കുളത്തിന്റെ ഒരു ഭാഗത്ത് ഫിൽറ്റർ തീർത്ത് അവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് നായരങ്ങാടി പ്രദേശത്തെ 36 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയും ആലോചിക്കുന്നുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ശശീധരൻ പറഞ്ഞു. കുടിവെള്ളം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ കുളങ്ങളും തോടുകളും കിണറുകളൊക്കെ ശുചീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കുട്ടാടൻചിറ കുളം നമ്മൾ ശുചീകരിക്കുന്നത്. പിന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിക്ക് അത് കുറച്ച് ഉപകരിക്കുകയും ചെയ്യും. കോടശ്ശേരി പഞ്ചായത്തിലെ 3 കുളങ്ങളുടെ നവീകരണത്തിനായി 3 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പോൾ കുട്ടാടൻചിറയുടെ ശുചീകരണ പ്രവർത്തികൾ നടത്തുന്നത്. പ്രാചീന കാലത്തെ ഈ മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായിരുന്നു ചിറ. ട്രാംവേ ഉണ്ടായിരുന്ന കാലത്ത് തീവണ്ടികളിൽ വെള്ളം നിറയ്ക്കാനും ചിറയെ ഉപയോഗിച്ചു. 2 കുടിവെള്ള പദ്ധതികളും ചിറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല രീതിയിലായിരുന്ന പദ്ധതികൾ അധികൃതരുടെ അശ്രദ്ധ നിമിത്തം നശിക്കുകയായിരുന്നു. വർഷങ്ങളോളം അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിനാൽ ഇതിൽ ചെളിയും ചണ്ടിയും നിറഞ്ഞു. ഇതോടെ ചിറ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി തീർന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. TCV ചാലക്കുടി. തെരുവിൽ കഴിയുന്ന സ്ത്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തിയ 6 വയസ്സുകാരിയായ മകളെ പീഡിപ്പിച്ച കേസിൽ സ്ഥിരം മോഷ്ടാവ് അറസ്റ്റിൽ. ചാലക്കുടി പരിയാരം കാഞ്ഞിരപ്പള്ളി തേമാലിപ്പറമ്പിൽ ഷാജിയെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ KG അനീഷും സംഘവും അറസ്റ്റ് ചെയ്തത്. പീഡനത്തിന് ഇരയായ കുട്ടി സംഭവം പുറത്തു പറഞ്ഞതോടെ ഇയാൾ ഒളിവിൽ പോയി. തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ കൂറ്റനാട് നിന്നും പിടികൂടുകയായിരുന്നു. ഉത്സവ കച്ചവടത്തിന്റെ മറവിൽ മോഷണം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് റാഫി, ഉമേഷ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. പാവർട്ടി പഞ്ചായത്തിൽ തോട് കയ്യേറി അനധികൃതമായി മതിൽ നിർമ്മാണമെന്ന് ആരോപണം. പാവർട്ടി 10-ാം വാർഡിൽ പൈങ്കണ്ണിയൂർ ജുമാ മസ്ജിദിന് സമീപം പരമ്പരാഗതമായി വെള്ളം ഒഴുകിപ്പോയിരുന്ന തോടാണ് കയ്യേറി സ്വകാര്യ വ്യക്തി മതിൽ നിർമ്മാണം നടത്തുന്നതായി ആരോപണമുയർന്നിട്ടുള്ളത്. പരാതിയെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ടെത്തി നിർമ്മാണം തടഞ്ഞുവെങ്കിലും തുടർച്ചയായ അവധിയുടെ മറവിൽ നിർമ്മാണം വീണ്ടും തുടരുകയായിരുന്നു. അനധികൃത നിർമ്മാണം ഉടൻ പൊളിച്ചു നീക്കാൻ നടപടിയുണ്ടാകണമെന്നും വെള്ളം സുഗമമായി ഒഴുകാൻ കാലങ്ങളായുള്ള തോട് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
വാഹനങ്ങളിൽ കൂടിയുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ കടത്ത് തടയാൻ എക്സൈസ് സംഘത്തിന്റെ പരിശോധന. ചാവക്കാട് മേഖലയിലാണ് ചാവക്കാട് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ KV ബാബുവിന്റെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തിയത്. സ്വകാര്യ വാഹനങ്ങൾ കൂടാതെ ദീർഘദൂര KSRTC ബസ്സുകൾ, ടാങ്കർ ലോറികൾ, ചരക്ക് ലോറികൾ എന്നിവയും തടഞ്ഞു നിർത്തി പരിശോധിച്ചു. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്കായി വാഹനങ്ങൾ വഴി ലഹരി ഉൽപ്പന്നങ്ങൾ കടത്തുന്നുവെന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. ചാവക്കാട് മേഖലയിൽ കൂടെ ലഹരി ഉൽപ്പന്നങ്ങളുടെ കടത്ത് വ്യാപകമാണ് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന വരും ദിവസങ്ങളിലും ശക്തമാക്കാനാണ് എക്സൈസ് സംഘത്തിന്റെ തീരുമാനം. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ OP സുരേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ ജോസഫ്, വനിതാ എക്സൈസ് ഓഫീസർ രാധിക എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വേലൂരിൽ BMS തൊഴിലാളിയുടെ കുത്തേറ്റ INTUC പ്രവർത്തകൻ ഗുരുതരമായ അവസ്ഥയിൽ. വേലൂർ റത്താണിക്കൽ കേശവന്റെ മകൻ സ്വത്തു എന്ന് വിളിക്കുന്ന സുജിത്തിനെയാണ് BMS തൊഴിലാളിയായ സുബിൻ ദാസ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. മുൻ വൈരാഗ്യമാണ് കൊലപാതക ശ്രമത്തിന് കാരണം. ജോലി കഴിഞ്ഞ് പോവുകയായിരുന്ന സുജിത്തിനെ പിടിച്ചു നിർത്തി കത്തികൊണ്ട് 7 തവണ കുത്തുകയായിരുന്നു. മാരകമായി മുറിവേറ്റ സുജിത്ത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് ചന്ദ്രൻ വട്ടംപറമ്പിലിനെ വ്യാപാര സ്ഥാപനത്തിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ചത് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് സുബിൻ ദാസ്. ഒളിവിൽ പോയ പ്രതിക്കെതിരെ എരുമപ്പെട്ടി പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഡി-സോൺ കലോത്സവത്തിനിടയിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് വീൽചെയറിൽ കഴിയുന്ന കാണിപ്പയ്യൂർ സ്വദേശിനി KS സുധിലയ്ക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ലാപ്ടോപ്പ് സമ്മാനിച്ചു. 2016 ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ 1ാം വർഷ സാമ്പത്തിക ശാസ്ത്ര ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. തുടർ ചികിത്സകൾ നടക്കുമ്പോഴും പാതി വഴിയിൽ നിന്നുപോയ പഠനം പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് സുധില. ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസൻ വീട്ടിലെത്തിയാണ് വിഷു സമ്മാനം കൈമാറിയത്. M ബിജു ബാൽ, ഷമീർ ഇഞ്ചിക്കാലയിൽ, KC അനുജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേര് മാറുന്നു. 123 വർഷം പഴക്കമുള്ള വിദ്യാലയം ഇനി മുതൽ കുഞ്ഞുകുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുക. സ്വാതന്ത്ര്യ സമരസേനാനി കുഞ്ഞുകുട്ടി തമ്പുരാട്ടിയോടുള്ള ആദരസൂചകമായിട്ടാണ് പേരുമാറ്റം. കൊടുങ്ങല്ലൂരിന്റെ നവോത്ഥാന ചരിത്രത്തിൽ മായാതെ നിൽക്കുന്ന പേരാണ് കുഞ്ഞുകുട്ടി തമ്പുരാട്ടിയുടേത്. അനാചാരങ്ങൾക്കും ഐത്തത്തിനും എതിരായ അവരുടെ പോരാട്ടം കൊടുങ്ങല്ലൂർ കോവിലകത്തിന്റെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഇന്നസെന്റ് വോട്ട് അഭ്യർത്ഥിച്ച് കുരിക്കുഴി കമ്പനിക്കടവ് കടപ്പുറത്തെത്തി. പൂമാലയും പങ്കായവും നൽകി മത്സ്യത്തൊഴിലാളികൾ ഇന്നസെന്റിനെ സ്വീകരിച്ചു. മത്സ്യം ലേലം ചെയ്യുന്ന സ്ഥലത്തെത്തി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പിന്നീട് ഇന്നസെന്റ് രക്ഷാധികാരിയായ എടമുട്ടത്തെ ആൽഫ പാലിയേറ്റീവ് കെയർ സന്ദർശിച്ചു. അവിടുത്തെ രോഗികളെയും ജീവനക്കാരെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചാണ് മടങ്ങിയത്. MP ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ച് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന എടത്തുരുത്തിയിലെ കടലായിക്കുളം ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാനും സ്ഥാനാർത്ഥിയെത്തി. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, PM അഹമ്മദ്, AV സതീഷ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ബിജുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മുണ്ടത്തിക്കോട് LDF റാലിയും കൺവെൻഷനും നടന്നു. NR ബാലൻ, CPM ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ, PK പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനായി തെരുവ് നാടകവുമായി കേരള പ്രദേശ് കിസാൻ കോൺഗ്രസ് രംഗത്ത്. ഗുരുവായൂരിൽ നടന്ന തെരുവ് നാടകത്തിന് കിസാൻ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ, ജനറൽ സെക്രട്ടറി റാഫേൽ പൊന്നാരി, ബാലൻ വാർനാട്ട തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര പുത്തൂക്കാവിൽ തെങ്ങ് ഒടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. പുത്തൂക്കാവ് ക്ഷേത്രത്തിന് സമീപം കരുവാൻ വീട്ടിൽ സുന്ദരന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. ആളപായമില്ല. മേൽക്കൂരയിലെ ഓടുകൾ വീണ് വീട്ടുപകരണങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. കല്ലൂർ ഭരതമലയിലെ പുനർജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിഷു, ഈസ്റ്റർ കുടുംബസംഗമം അതിജീവനത്തിന്റെ സന്ദേശം കൊണ്ട് വ്യത്യസ്തമായി.
നട്ടെല്ലിന് ക്ഷതം സംഭവിക്കുകയും തളർന്നു കിടക്കുകയും ചെയ്യുന്ന 250 പേരാണ് ഞായറാഴ്ച നടന്ന ട്രസ്റ്റിന്റെ വിഷു ഈസ്റ്റർ കുടുംബസംഗമത്തിൽ പങ്കെടുത്തത്. ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള 250 രോഗികളെയാണ് ട്രസ്റ്റിന് കീഴിൽ സംരക്ഷിക്കുന്നത്. സംവിധായകൻ ടോം ഇമ്മട്ടി ഉദ്ഘാടനം ചെയ്തു. ബോബി ചെമ്മണ്ണൂർ, ഫാദർ തോമസ് ഇടയാൽ, ഫാദർ ബാബു ചെമ്മണ്ണൂർ, ഫാദർ തോമസ്, മാത്യു ചുങ്കത്ത്, ഫ്രാൻസിസ് അസീസി എന്നിവർ സംസാരിച്ചു. സർക്കാർ രേഖകളിൽ റെക്കോർഡിട്ട ഭീമൻ തേക്ക് തടി ദാരുശില്പികളുടെ തട്ടകമായ ചേർപ്പിലെത്തി. പെരുമ്പളിശ്ശേരി സാജ് ടിംബേഴ്സ് ഉടമ എ കുമാരനാണ് 250 വർഷം പഴക്കമുള്ള ഈ ഭീമൻ തേക്കിനെ സ്വന്തമാക്കിയത്. വയനാട് കുപ്പാടി ഡിപ്പോയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും തുകയ്ക്ക് ലേലം നടക്കുന്നതെന്ന് എ കുമാരൻ പറയുന്നു. ചേർപ്പ് കാർപ്പന്റേഴ്സ് സഹകരണ സംഘത്തിന് സമീപത്താണ് തടി പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. നിരവധി ആളുകളാണ് ഈ വമ്പൻ തടി കാണാൻ എത്തുന്നത്. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സമ്പൽ സമൃദ്ധമായ വിഷുവാശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. പാലയൂർ മാർത്തോമാ തീർത്ഥകേന്ദ്രത്തിൽ അവസാന ഞായർ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ വർഗീസ് കരിപ്പേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സിൻഡോ പൊന്തേക്കൻ സഹകാർമ്മികനായി. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ ഓശാന തിരുനാൾ ഭക്തിസാന്ദ്രമായി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോൺസൺ അരിമ്പൂർ കുരുത്തോല വെഞ്ചിരിപ്പിനും കുരുത്തോല വിതരണത്തിനും നേതൃത്വം നൽകി. സഹവികാരിമാരായ ഫാദർ സിജു പുളിക്കൻ, ഫാദർ നോബൽ പട്ടേൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിരുന്നു. കോട്ടപ്പുറം രൂപതയുടെ ആസ്ഥാനമായ സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ ഓശാന ഞായർ ആചരിച്ചു. ബിഷപ്പ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരിശിന്റെ വഴി, പുത്തൻപാന, പിയാത്ത മത്സരം എന്നിവയും ഉണ്ടായിരുന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫെറോന ദേവാലയത്തിൽ ഓശാന ഞായർ തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോയ് അടമ്പുകുളം കാർമ്മികത്വം വഹിച്ചു. സീനിയർ റെസിഡന്റ് ഫാദർ ജോർജ് തേറാട്ടിൽ സഹകാർമ്മികനായിരുന്നു. വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഓശാന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ടെഡ്സ് കുന്നപ്പിള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡബ് റോഡേഴ്സിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ സംഘടിപ്പിച്ച അഖിലേന്ത്യാ മോട്ടോർ റൈസിംഗിന്റെ 2ാം ദിനത്തിൽ നടന്ന ബൈക്ക് റേസിംഗ് കാണികൾക്ക് ആവേശമായി. ദേശീയ തലത്തിൽ ചാമ്പ്യന്മാരായ റൈഡർമാരും ബൈക്ക് റേസിൽ പങ്കെടുത്തു. 5 വനിതാ റൈഡർമാരും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. സമാപന സമ്മേളനത്തിൽ ബോബി ചെമ്മണ്ണൂർ, ജോർജ് നെരേപ്പറമ്പൻ എന്നിവർ പങ്കെടുത്തു. മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലെ ഷെഡ് തീയിട്ട് നശിപ്പിച്ചു. ആറങ്ങോട്ടുകര കരണീങ്ങാട്ടിൽ ശ്രീധരൻ നായരുടെ വീടിനോട് ചേർന്ന ഷെഡിനാണ് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടത്. വീടുപണിക്ക് ആവശ്യമായ മര ഉരുപ്പടികൾ, കന്നുകാലികൾക്കുള്ള 200 കെട്ടോളം വൈക്കോൽ എന്നിവയാണ് കത്തി നശിച്ചത്. 50,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചെറുതുരുത്തി CI സജീവ്, SI സിബീഷ് എന്നിവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. താന്യം പഞ്ചായത്തിലെ പ്രളയത്തിൽ തകർന്ന വീടുകൾക്ക് പകരമായി പെരിങ്ങോട്ടുകര അസോസിയേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 5 വീടുകളിൽ പണി പൂർത്തിയായ 3ാമത്തെ വീടിന്റെ താക്കോൽദാനം നടത്തി. തട്ടാരപുരയ്ക്കൽ ശിവദാസിന് നൽകുന്ന വീടിന്റെ താക്കോൽദാനമാണ് നടത്തിയത്. കരുവാങ്കുളം മിച്ചഭൂമി കോളനിയിൽ നടന്ന ചടങ്ങിൽ പെരിങ്ങോട്ടുകര അസോസിയേഷൻ രക്ഷാധികാരി സുഗുണൻ കൊട്ടേക്കാട് താക്കോൽദാനം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC ശ്രീദേവി, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് PS രാധാകൃഷ്ണൻ, ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, തൃപ്രയാർ സബ് RTO TM ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പടിഞ്ഞാറെ വെള്ളാനിക്കര മരാശ്ശേരി ശ്രീ രുദ്രമാല അതിമഹാകാളൻകാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തോറ്റംപാട്ടും നാഗയക്ഷികളവും ആണ്ടിയൂട്ടും നടന്നു. നാഗകളത്തിന് സുധീർ മുള്ളൂർക്കരയും തോറ്റംപാട്ടിന് പാലക്കൽ ജയനും നേതൃത്വം നൽകി. ആണ്ടുണ്ണി ദേവർ ശിവക്ഷേത്രത്തിൽ നിന്നാണ് നാഗയക്ഷി കളത്തിനുള്ള എഴുന്നള്ളിപ്പ് നടന്നത്. തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. വാർത്തകളിലേക്ക്. ചേലക്കര ഉതുവടി പള്ളിക്ക് സമീപം ബസ്സിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു. പഴയന്നൂർ സ്വദേശിയായ ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഇവിടെ ബൈക്ക് ടെലിഫോൺ പോസ്റ്റ് ഇടിച്ച് യുവാവ് മരിച്ചിരുന്നു. സ്ഥിരം അപകട മേഖലയായ ഇവിടെ യാതൊരുവിധ മുന്നറിയിപ്പ് സൂചനാ ബോർഡുകളും ഇല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു.
എടത്തിരുത്തി കുട്ടമംഗലം കനവ് കാർഷിക മിത്ര കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ജൈവ കൃഷിയിലൂടെ ക്യാൻസറിനെ അകറ്റാം എന്ന വിഷയത്തിൽ വേണു അനിരുദ്ധൻ ക്ലാസ് നയിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് VA റഷീദ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ജൈവ പച്ചക്കറികളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. KPMS മാള യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ ദിനാചരണം നടത്തി. മാള ടൗണിൽ അംബേദ്കറുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. KPMS ജില്ലാ പ്രസിഡന്റ് ലോചന നമ്പാട്ട് ദീപം തെളിയിച്ചു. യൂണിയൻ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KR വിൻസെന്റ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി PB അനൂപ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PC നിഖിൽ അധ്യക്ഷനായിരുന്നു. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി TA ജോണി, ജില്ലാ പഞ്ചായത്ത് അംഗം സിനി, പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് ജനീഷ് P ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ ഓശാന ഞായർ ആചരിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ജോസ് പാലാട്ടി കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡിബിൻ ഐനിക്കൽ, ഫാദർ ചാൾസ് ചിറ്റാട്ടുകരക്കാരൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. അംബേദ്കർ ജയന്തിയോടനുബന്ധിച്ച് LDF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ ദിനാചരണവും സെമിനാറും നടത്തി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. KP രാജേന്ദ്രൻ, KK രാമചന്ദ്രൻ, VS പ്രിൻസ് എന്നിവർ സംസാരിച്ചു. നിസ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് വിഷുക്കൈനീട്ടം നൽകി. വിഷുക്കട്ട മുറിച്ച് ട്രസ്റ്റ് ചെയർമാൻ സ്മിത ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് കൺവീനർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെൻസൺ വലപ്പാട്, റാനിഷ് നാട്ടിക, ജ്യോതിഷ് തണ്ടാശ്ശേരി, E രമേശൻ, കണ്ണൻ വേളേക്കാട്ട് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനം ആഘോഷിച്ചു. വിനു കോഴിക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ പതിയാരം അധ്യക്ഷനായി. ദിവിൻ ഗുരുവായൂർ മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ സാമൂഹിക ജനാധിപത്യ സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കറുടെ 128ാം ജന്മദിനവും സ്വാതന്ത്ര്യ കർഷക സമരസേനാനി KK പൈങ്കിയുടെ 95ാം ജന്മദിനവും ചാലക്കുടിയിൽ ആഘോഷിച്ചു. BD ദേവസി MLA സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം നഗരസഭാ വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. സാംബവ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് PK ശങ്കർദാസ് അധ്യക്ഷനായി. പ്രതിപക്ഷ നേതാവ് VO പൈലപ്പൻ, കൌൺസിലർ KM ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു. KCYM ഒല്ലൂർ ഫെറോന സമിതിയുടെയും വല്ലച്ചിറ KCYM യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. KCYM ഫെറോന ഡയറക്ടർ ഫാദർ ജെൻസ് തട്ടിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KCYM രൂപത പ്രസിഡന്റ് സാജൻ ജോസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ജിബിൻ പഞ്ഞിക്കാരൻ, ജിസ്മി ജോൺസൺ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പെരുവല്ലൂരിൽ NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. NSS ചാവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ N രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് CN സോമനാഥൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി K മുരളീധരൻ, താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് K രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. ഡീക്കൻ അനൂചാലിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജോബിൻസ് എക്കാടൻ അധ്യക്ഷനായി. 43 പേർ ക്യാമ്പിൽ രക്തം ദാനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ തകരുന്നത് തുടർക്കഥയാകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ പൈപ്പ് പൊട്ടിയത് 15ഓളം സ്ഥലങ്ങളിൽ. പൈപ്പുകളും അനുബന്ധ ഉപകരണങ്ങളും ഗുണനിലവാരമില്ലാത്തതെന്ന് ആരോപണം. കോടശ്ശേരി പഞ്ചായത്തിലെ കൂട്ടാടൻചിറയിൽ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. 2 കുടിവെള്ള പദ്ധതികൾക്കായി ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പഞ്ചായത്ത് അധികൃതർ. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി. പാവറട്ടി പഞ്ചായത്തിൽ തോട് കയ്യേറി അനധികൃതമായി മതിൽ നിർമ്മാണമെന്ന് ആരോപണം. പ്രതിഷേധവുമായി നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.